ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർമെലൺ ജ്യൂസാണ്. അപ്പോൾ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനൊരു വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല കളറുള്ള വാട്ടർമെലനാണ് നല്ലത്. അപ്പോൾ എനിക്കിവിടെ നല്ല കളറായിട്ടുള്ള നല്ല പഴുത്ത വാട്ടർമെലൺ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള കുരുവൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിനകത്തു നിന്നുള്ള സീഡെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ ഇത്തിരി വലിയ പഞ്ചസാരയാണ് കിട്ടുന്നത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വാട്ടർമെലൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജാറ് നിറച്ച് വാട്ടർമെലൺ വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുത്തി താഴോട്ട് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരമുറി ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് കറക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ആയി വന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൻ്റെ അകത്ത് വലിയ കഷ്ണങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ ഫുള്ളായിട്ടും അരഞ്ഞു വന്നിട്ടുണ്ട്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മിൻറ്റ് ലീഫൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ ഒരു ചെറിയൊരു പീസ്, വാട്ടർമെലൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത